മണ്ണിടിച്ചിലുണ്ടായ അടിമാലി കൂമ്പൻപാറയിലെ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. നിലവിൽ ദേശീയപാതയുടെ ഒറ്റവരിയിലൂടെയാണ് ഗതാഗതം. മണ്ണ് നീക്കിയെങ്കിലും അപകട സാധ്യത പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. പറയൂ ലാൽകൃഷ്ണൻ. കൂമ്പൻപാറ മേഖലയിലൂടെ ഒരു വൺ ലൈൻ ട്രാഫിക്കാണ്, അതായത് ഒറ്റവരി യാത്രയാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. അതും വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള അനുമതി ഇതുവരെ പൂർണ്ണമായിട്ടില്ല. മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ആ വഴി കടന്നു പോകരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, റോഡിൽ ഒരു നേരിയ തോതിലുള്ള വിള്ളൽ കണ്ടിട്ടുണ്ട് എന്ന് ജിയോളജി വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നൊരു നിഗമനം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയുള്ള സമയങ്ങളിൽ വാഹനങ്ങൾ പൂർണ്ണമായും നിരോധിക്കണമെന്നും അല്ലാത്ത സമയങ്ങളിൽ വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ വലിയ വാഹനങ്ങളെ പൂർണ്ണമായും കടത്തിവിടേണ്ട എന്നുള്ള തീരുമാനമാണ് ജില്ലാ ഭരണകൂടം എടുത്തത്. ഈ ജില്ലാ ഭരണകൂടം എടുത്ത തീരുമാനത്തെ RTOയും പോലീസും ഒരുപോലെ തന്നെ അംഗീകരിക്കുകയായിരുന്നു. മാത്രമല്ല റെഡ് ഓറഞ്ച് അലേർട്ട് ഉള്ള ദിവസങ്ങളിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിക്കണം എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും വൺ ലൈൻ ട്രാഫിക് നിലവിൽ അവിടെ പ്രായോഗികമായി നടപ്പാക്കുന്നുണ്ട്. പൂർണ്ണമായും മണ്ണ് നീക്കി 2 ലൈൻ ട്രാഫിക്കിലേക്ക് കടക്കാൻ കഴിയില്ല. കാരണം വീണ്ടും മണ്ണിടിച്ചിലിനൊപ്പം തന്നെ സൈഡിലുള്ള ഭിത്തികളടക്കം കെട്ടാനുള്ള പരിപാടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. അത് മണ്ണിൻ്റെ പരിശോധന അടക്കമുള്ള നടപടികൾ ബാക്കി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ആശ്വാസകരമായ കാര്യം ദൂരം കുറച്ചുകൊണ്ട് യാത്ര ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ആ മേഖലയിൽ ദുരന്തം അനുഭവിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും NHI ഇടപെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവിടെ ഒരു പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിലില്ല എങ്കിൽ പോലും അവിടെ ആളുകളുടെ ഇടയിൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഓക്കെ, താങ്ക് യു. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.